മൈതാനത്തിൽ ഒത്തുകൂടിയിട്ടുണ്ട്. ചിന്നനാനയുടെ ആഹ്വാനം കേട്ട് അവർ ആവേശഭരിതരായി. ഉടനെ മൈതാനത്തിന്റെ ഒരു മൂലയിൽ നിന്ന് പുഴവിലേക്ക് വാങ്ങാൻ വന്ന കുഞ്ഞങ്കാട്ടിലെ ശംഖുമുയൽ ശബ്ദമുയർത്തി. പ്രിയ സഹോദരങ്ങളെ, ശ്രദ്ധിക്കൂ ശ്രദ്ധിക്കൂ, പുഴ വിൽക്കുന്നത് എന്തിനാന്ന് അറിയേണ്ടേ? ചൂടൻ പ്രസംഗത്തിൽ വഞ്ചിതരാകരുതേ. എന്തിനാണ് പുഴ വിൽക്കുന്നതെന്നോ? ഇനി മുതൽ വെള്ളം കുടിക്കാൻ നിങ്ങൾ പുഴയിൽ പോകേണ്ട. ഞങ്ങൾ പുഴവെള്ളം കുപ്പിയിലാക്കി വിറ്റാമിൻ ചേർത്ത് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. മിക്ക കരടി സന്തോഷപൂർവ്വം ശ്രദ്ധിച്ചു. എങ്കിൽ പുഴ വിറ്റാലെന്താ? ചിന്നനാന കയർത്തു. കുപ്പിയിലെ വെള്ളത്തിന് വില കൊടുക്കേണ്ടേ? ഇപ്പോൾ പുഴവെള്ളത്തിന് വില കൊടുക്കുന്നുണ്ടോ? പുഴ വിറ്റാൽ പിന്നെ നമുക്കങ്ങനെ പുഴക്കരയിൽ പോകാനാകും, വെള്ളം എടുക്കാനാകും, മീൻ പിടിക്കാനാവും. അത് ശരിയാണല്ലോ. ഇല്ലില്ല, പുഴ വിൽക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. എല്ലാവരും വരും, നമുക്ക് രാജാവിനെ കണ്ട് നിവേദനം കൊടുക്കാം. മുയലമ്മാവനും ചെന്നായയും കാട്ടുകോഴയും ആനപ്പുറത്ത് കയറി രാജകൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു. പിന്നാലെ മറ്റുള്ളവരും. ആരെവിടെ? കൊട്ടാരവാതിക്കലെത്തിയ പ്രജകളെ കണ്ട് രാജാവ് ചോദിച്ചു. രാജസേവകൻ കർമ്മൻ നായർ പറഞ്ഞു, പ്രഭു, അത് ചിന്നനാനയും കൂട്ടരുമാണ്. അവരെ കടത്തിവിടൂ. അവർ രാജസന്നിധിയിൽ പ്രവേശിച്ച് തൊഴുതുണർത്തിച്ചു. പ്രഭു, നമ്മുടെ ചിത്രപ്പുഴ വിൽക്കുന്നതെന്ന് എല്ലാവരും പറയുന്നു. അതിനെന്ത് വേണം? അത് സത്യമാണ്. പുഴ മാത്രമല്ല, ഇനി ഞാൻ മഴയും വിൽക്കും. ഇത്രയും വെള്ളം നമുക്കെന്തിനാ? മുയലമ്മാവൻ ദേഷ്യത്തോട് ചോദിച്ചു. ഹേ രാജാവേ, പ്രകൃതി സമ്പത്തും വായുവും വിൽക്കാൻ അങ്ങേക്ക് എന്ത് അവകാശം? നാളെ ഞങ്ങൾ ഒന്നാക്കി വിറ്റ് പണം വാങ്ങില്ലെന്ന് ആര് കണ്ടു? ഞങ്ങൾ അങ്ങേ രാജാവാക്കിയതിനാണോ? ഡാ മുയലെ, നീ അധികം പ്രസംഗിക്കാതെ നിനക്ക് വീട്ടിൽ പോണോ അതോ ജയിലിൽ? ഞാൻ ജംബു രാജാവാണ്. ഞാൻ മഴ വിൽക്കും, പുഴ വിൽക്കും, നിങ്ങളെയും വിൽക്കും. നീ ആരാണ് ചോദിക്കാൻ? ചിന്നനാന കയർത്തു. ഡാ കള്ളൻ രാജാവേ, കൗശലക്കാരാ, അപ്പോൾ നീ ഞങ്ങളോട് വോട്ട് വാങ്ങി വഞ്ചിക്കുകയായിരുന്നല്ലേ? ഞങ്ങൾ ഇപ്പോൾ കാണിച്ചു തരാം. അവർ കൊട്ടാരവാതിൽ നിന്ന് ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങി. കുറുക്കൻ രാജാവിനെ നാട് കടത്തുക. നാട്ടുകാരെ, വീട്ടുകാരെ, ഓടിവരിൻ, ഓടിവരിൻ. പ്രജകളെ വിൽക്കുന്ന രാജാവിനെ അടിച്ചോടിക്കുക, അവനെ കൊല്ല്. നഗറിക്കൊണ്ട് ചിന്നനാന മുന്നോട്ട് കുതിച്ചു. വേളം കേട്ട് കുറുക്കൻ രാജാവ് വിറയ്ക്കാൻ തുടങ്ങി. രാജാവ് അടവ് മാറ്റി. പ്രിയ മിത്രങ്ങളെ, ഞാൻ നിങ്ങളുടെ മെടുക്കുണർത്താൻ ഒരു കുലുക്കയെ ഉപയോഗിച്ചല്ലേ? ചിത്രപ്പുഴ ഒരിക്കലും വിൽക്കില്ല. പുഴയും വെള്ളവും വായുവും വിൽക്കാൻ ആർക്കാണ് അവകാശം? തെന്മയെ ഉണർത്താൻ എല്ലാവരും ഒന്നായി ഉണർന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഇതാണ് നല്ല പ്രജകളുടെ കടമ. പുഴ വിലയ്ക്ക് വാങ്ങാൻ വന്ന അയൽ രാജാവ് ഉടൻ ചോദിച്ചു. രാജാവേ, പുഴ വിൽക്കുന്നില്ലേ? ഇല്ലെങ്കിൽ ഞാൻ തന്ന പണം ഉടൻ തിരികെ തരണം. എതിർപ്പുണ്ടായതുകൊണ്ടല്ലേ പുഴ വിൽക്കാൻ പറ്റാത്തത്. പണം തിരികെ തരാൻ പറ്റില്ല. ആരും കാണാതെ അതിനുള്ള വെള്ളം